ഞാൻ സംസാരിക്കുന്നത് ലീഗുകാരോട് മാത്രമല്ല. നമ്മുടെ ഈ പരിപാടി കേൾക്കുന്ന ഏതെങ്കിലും ലീഗല്ലാത്തവരുണ്ടെങ്കിൽ, ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നാലും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ടാകാം. ആര് ജയിച്ചാലെന്താ, ആര് തോറ്റാലെന്താ? നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്ത് ഗുണം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അവരോടാണ് ഞാൻ പറയുന്നത്. മെഡിക്കൽ കോളേജിലെ CS സെന്ററിന് മുമ്പിൽ നിൽക്കുന്ന ക്യൂവിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ലീഗുകാരെ കാണാനേ കഴിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അവിടെ ലീഗല്ലാത്തവർ, ലീഗിനെ വിമർശിക്കുന്നവർ, ലീഗിനെ എതിർക്കുന്നവർ, ലീഗിനെതിരായി വോട്ട് ചെയ്യുന്നവർ എത്ര പേരാണ് അവിടെ ക്യൂ നിൽക്കുന്നത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി. ഇത് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള CS സെന്ററിന്റെ മാത്രം കാര്യമല്ല. ഇന്നലെ പെരിന്തൽമണ്ണയിൽ ആശുപത്രികളുടെ ഹബ്ബ് എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ CHന്റെ പേരിൽ ഒരു സെന്റർ തുടങ്ങി. ചാത്തമംഗലത്തെ MBR അവിടെയും നിങ്ങൾക്ക് കാണാം ഒരു CS സെന്റർ. തിരുവനന്തപുരത്ത് RCCക്ക് സമീപത്ത് അവിടെയും കാണാം ഒരു CS സെന്റർ. നിങ്ങൾ നാളുകളിൽ ചുടലമുക്കിലെ ലീഗ് ഓഫീസിൽ കയറിയാൽ, നിങ്ങളവിടെ ലീഗിന്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്ന യോഗങ്ങളിൽ അധികവും ഈ CS സെന്ററുകളെ വിജയിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന യോഗങ്ങളായിരിക്കാം. അതാണ് മുസ്ലിം ലീഗ്. ലീഗ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു സംവിധാനം. ഇന്നലെ ഒരു കോടതി വിധി വന്നില്ലേ? ആ കോടതി വിധിയിൽ കേരളത്തിലെ ഒരു മുൻ MLA അടക്കം ഒരു കൊലപാതക കേസിൽ 5 വർഷത്തേക്ക് തടവിന് വിധിച്ച ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതും ഒരു രാഷ്ട്രീയം, ഇതും ഒരു രാഷ്ട്രീയം. ചിലർ ജീവൻ എടുക്കുന്നു, ചിലർ ജീവൻ കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് ഗാർഡിനെ കുറിച്ച് പറഞ്ഞു. വൈറ്റ് ഗാർഡ് എന്തിനാണ്? ഒരാൾ ജീവിതത്തോട് മല്ലടിക്കുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോൾ അവന്റെ ജീവൻ നിലനിർത്താൻ രക്തം വേണം. A പോസിറ്റീവ് വേണം, O പോസിറ്റീവ് വേണം, O നെഗറ്റീവ് വേണം, ഏത് രക്തമാകട്ടെ. അവർക്ക് രക്തം കൊടുത്ത് അവർ ജീവൻ നിലനിർത്താൻ ഇവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് വൈറ്റ് ഗാർഡ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മക്കളോട് ലീഗിന്റെ കൊടി പിടിക്കാൻ പറയണം. യൂത്ത് ലീഗിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പറയണം. MSFന്റെ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി നിങ്ങൾ അവരോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വാക്ക്, ലീഗിന്റെ ഒരു കൊടി പിടിച്ചതിന്റെ പേരിൽ, യൂത്ത് ലീഗിന്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ, MSFന്റെ ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പാണ് ഈ ലീഗ് നേതൃത്വം നിങ്ങൾക്ക് നൽകുന്ന വാക്ക്. നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഈ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എൻ്റെ മക്കൾ പങ്കാളികളായി എന്ന് പറയിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയ രൂപം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കല്ല. സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ സാഹിബ് ഇവിടെ സംസാരിക്കാനുണ്ട്. KK ഖാദറുണ്ട്, നസീഫുണ്ട്, ഇസ്മയിൽ ഉണ്ട്, റഫീഖ് കൂടത്തായി, അങ്ങനെ ധാരാളം ആളുകൾ, KV ഉൾപ്പെടെയുള്ളവർ വേണമെങ്കിൽ ഇവിടെ പ്രസംഗിക്കാനുള്ള നീണ്ട നിര തന്നെ ഇവിടെ കാത്തിരിപ്പാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2025-ലാണ്. 2024 കഴിഞ്ഞുപോയി. ഒരു വർഷം നമ്മോട് വിട പറയുമ്പോൾ 2024 നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. 2024-ലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ശരിയാണ്, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. BJPയെ താഴെയിറക്കി മതേതര മുന്നണികളെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ അവകാശവാദം? അബ്കി ബാർ 400 ബാർ, ഇത്തവണ 400 സീറ്റ്. BJPക്ക് ഒറ്റക്ക് 400 സീറ്റ്.
പിന്നെ പറഞ്ഞു 300 സീറ്റ് ഞങ്ങൾക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയും രാജ്യത്ത്. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിൽ വരാനുള്ള കേവല ഭൂരിപക്ഷം 272ആണ്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ഒറ്റക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയോ? 272 കിട്ടിയോ? 400 പോകട്ടെ, 300 പോകട്ടെ, 272 കിട്ടിയോ? കേവലം 240 സീറ്റാണ് BJPക്ക് കിട്ടിയത്. രാഹുൽ ഗാന്ധിക്ക് 3 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയപ്പോ, പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയപ്പോ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞുപോയി. ബാബരി പള്ളി പൊളിച്ച് RSSകാർ സംഘപരിവാരങ്ങൾ ബാബരി പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിത് ആ രാമക്ഷേത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആ മണ്ണിൽ ഫൈസാബാദിൽ BJPയെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. ചെറിയ കാര്യമാണോ? BJPക്ക് അടി പതറി തുടങ്ങിയത് നമ്മൾ കണ്ടു. അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇന്ത്യയുടെ പാർലമെന്റിൽ ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്ത BJPക്ക് ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അങ്ങനെ ബില്ലുകൾ പാസ്സാക്കാൻ കഴിയുന്നില്ല. പള്ളികളുടെ പിറകെ പോയി BJP. ബാബരി പള്ളി പൊളിച്ചതിന്റെ പിന്നാലെ മറ്റു പള്ളികളുടെ പിറകെ ഗ്യാൻവാബി, ഷാഹി മസ്ജിദ്, അജ്മീർ പള്ളി, ഏതെല്ലാം പള്ളികളുടെ പിറകെയാണ് BJP ഒന്നൊന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളികൾ മുഴുവനും പൊളിച്ചെടുക്കുക, പള്ളികൾ മുഴുവനും പിടിച്ചെടുക്കുക, അവിടെ ക്ഷേത്രങ്ങൾ പണിയുക. എന്തിനാണ്? ക്ഷേത്രങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം ഉണ്ടായതുകൊണ്ടാണോ? രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ നമ്മൾ പൊരുതി. നമ്മൾ സുപ്രീം കോടതിയിൽ പോയി. ലീഗ് എന്തിന് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്ത്യയിൽ MP-മാരുടെ എണ്ണം ലീഗിന് വളരെ കുറവാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ, ലോക്സഭയിൽ നമുക്ക് 3 MP-മാരാണ്. എണ്ണം വളരെ കുറവാണ്. പക്ഷേ ആ എണ്ണം വളരെ കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നിരന്തരമായി പൊരുതി. പാർലമെന്റിന്റെ പുറത്ത് സുപ്രീം കോടതിയിൽ നമ്മൾ പൊരുതി. തെരുവുകളിൽ നമ്മൾ സംസാരിച്ചു. അവസാനം നമ്മുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി പറഞ്ഞു സർവേകൾ നിർത്തിവെക്കാൻ. ഇനി നമ്മളെല്ലാ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്താണ്? ബാബരി പള്ളിക്ക് പിന്നാലെ ഇന്ത്യയിലെ ഒരു പള്ളിയും ഒരാൾക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നാണ്. എന്താ അതിന്റെ കാരണം? 91 ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് കട്ട് ഓഫ് ഡേറ്റ്, വർഷിപ്പ് ആക്ട് 1991. ആ 91 ആക്ട് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഒരു ആരാധനാലയവും 47 ശേഷം ആരുടെ കൈവശമാണോ അത് തൊടാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളുടെ പള്ളി മാത്രമല്ല, അത് ഹൈന്ദവരുടെ ക്ഷേത്രം തൊടാൻ കഴിയില്ല, അത് ക്രൈസ്തവന്റെ ചർച്ച് തൊടാൻ കഴിയില്ല, അത് സിഖുകാരന്റെ ഗുരുദ്വാര തൊടാൻ കഴിയില്ല, ജൂതന്മാരുടെ പള്ളികൾ തൊടാൻ കഴിയില്ല, സിനഗോഗുകൾ തൊടാൻ കഴിയില്ല, ഒരു ആരാധനാലയം തൊടാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, 91 ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കാൻ കാരണമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കായികമില്ലത്ത് രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ആ പള്ളിയിൽ, നമ്മുടെ ആക്ടിൽ, ആ നിയമത്തിൽ വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. നോക്കൂ, മദ്രസകൾക്കെതിരായി നിയമം കൊണ്ടുവന്നു UP ഗവൺമെന്റ്. നമ്മൾ നിയമ പോരാട്ടം നടത്തി. ആ ബില്ല് കോടതി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. നമ്മുടെ നിയമ പോരാട്ടവും നമ്മുടെ രാഷ്ട്രീയ പോരാട്ടവും ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, 2024 ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചുപോയത്. മൻമോഹൻ സിംഗ് മരിച്ചുപോയപ്പോ ആരാണ് മൻമോഹൻ സിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മൻമോഹൻ സിംഗിന് എന്തെല്ലാം പരിഹാസങ്ങളായിരുന്നു. K. സുരേന്ദ്രൻ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത് 2004-2014 കാലഘട്ടം ഇന്ത്യ ഭരിച്ചത് മൻമോഹൻ സിംഗാണ്. ആ 10 കൊല്ലം മൻമോഹൻ സിംഗ് ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് K. സുരേന്ദ്രൻ പറഞ്ഞത് 3 പെണ്ണുങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത്.
ഒന്ന് മമതാ ബാനർജി, മറ്റൊന്ന് സോണിയാഗാന്ധി, മൂന്നാമത്തെ ആൾ മൻമോഹൻ സിംഗ്. അന്നൊരാളും ചോദിച്ചില്ല പെണ്ണുങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന്. അന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു ഇന്ന് കേരളം ഭരിക്കുന്നവർ. അതവിടെ നിൽക്കട്ടെ. എന്തെല്ലാം പരിഹാസങ്ങൾ മൻമോഹൻ സിംഗ് പറയുന്നുണ്ട് ഈ പരിഹാസങ്ങളെക്കുറിച്ച്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്നെ ഒരുപാട് പരിഹസിച്ചു, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നെ വിമർശിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എനിക്ക് ശേഷം കാലം എന്നെ ശരിയായ രീതിയിൽ വിലയിരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയങ്കരനായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അലൈക്കും സലാം. അതുകൊണ്ട് ഞാനിനി അധികം ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അത് കഴിഞ്ഞ് പാട്ട്, ഇതെല്ലാം ഉണ്ട് ഇവിടെ. മൻമോഹൻ സിംഗ് 10 കൊല്ലം ഈ രാജ്യം ഭരിച്ചൊന്നും മറന്നുപോയോ നിങ്ങൾ? നമ്മൾ മലയാളികൾ അല്ലെങ്കിലും വലിയ മറവിക്കാരാണ്. ഈ രാജ്യത്തെ എന്തെല്ലാം സുപ്രധാനമായ ആക്ടുകളാണ് കൊണ്ടുവന്നത്. നിങ്ങൾ നരേന്ദ്രമോദിയുടെ 10 കൊല്ലവും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ 10 കൊല്ലവും ഒന്ന് താരതമ്യം ചെയ്യും. നരേന്ദ്രമോദി ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമങ്ങൾ എന്താണ്? ഒന്ന് CAA, മതം നോക്കി പൗരത്വം നിർണ്ണയിക്കുക. മറ്റൊന്ന് മുത്തലാഖ് ബില്ല്. എന്താണ്? ആര് തൊലാക്ക് ചൊല്ലിയാലും കുഴപ്പമില്ല, മുസ്ലിങ്ങൾ മാത്രം തൊലാക്ക് ചൊല്ലുന്നവൻ ജയിലിൽ പോകണം. ഇന്ത്യയിൽ ഒരു മതക്കാരനും മൊഴി ചൊല്ലിയാൽ അവന് ജയിൽ ശിക്ഷയില്ല, മുസ്ലിങ്ങൾ ഒഴിച്ച്. മുസ്ലിങ്ങൾക്ക് മാത്രം ശിക്ഷ. യൂണിഫോം സിവിൽ കോഡിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് ഇന്ത്യയുടെ പാർലമെന്റ്. ആർട്ടിക്കിൾ 360 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം, അതിന്റെ ആക്ട് കൃത്യമായി ഞാൻ മറന്നുപോയി. ആ സവിശേഷമായ അധികാരം എടുത്തു കളയുക ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയതാണ് നരേന്ദ്രമോദിയുടെ കാലത്ത്. എന്നാൽ മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് 10 കൊല്ലം എന്താ ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ഭക്ഷ്യസുരക്ഷാ നിയമം. ഇന്ത്യയിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാകരുത്. ഭക്ഷ്യസുരക്ഷാ നിയമം. നിർബന്ധിത വിദ്യാഭ്യാസം. 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും നിർബന്ധമായി വിദ്യാഭ്യാസം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ശിക്ഷയാണ്. നിങ്ങളൊരു 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്താൽ ഇന്ത്യയിലെ ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും നിങ്ങൾക്ക് മറുപടി നൽകണം. ഇന്ത്യയിലെ MP-മാർക്ക് മാത്രമുണ്ടായിരുന്ന അവകാശം, ഇന്ത്യയിലെ MLA-മാർക്ക് മാത്രമുണ്ടായിരുന്ന അവകാശം ഈ നാട്ടിലെ സാധാരണക്കാരന്, സാധാരണഗതിയിൽ ഒരു MP-യെ കണ്ട് നമ്മൾ പറയും, MLA-യെ കണ്ട് നമ്മൾ പറയും, നിയമസഭയിൽ ഈ ചോദ്യം ചോദിക്കണം. MLA നിയമസഭയിൽ ചോദിച്ചാലേ ഉത്തരം കിട്ടൂ. നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്താൽ ഈ നാട്ടിലെ വില്ലേജ് ഓഫീസർ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള സകല ഉദ്യോഗസ്ഥനും നിങ്ങൾക്ക് മറുപടി നൽകണം. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കി. ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. സച്ചാർ കമ്മിറ്റിയെ കൊണ്ടുവന്നു. ആരാ സച്ചാർ കമ്മിറ്റി? ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോകുന്നു എന്നായിരുന്നു RSSകാരന്റെ പ്രചരണം. മൻമോഹൻ സിംഗ് പറഞ്ഞു, എന്നാ ശരി, അതൊന്ന് പരിശോധിക്കാം. സുപ്രീം കോടതി ജഡ്ജിയെ വെച്ചു, രജീന്ദ്ര സച്ചാർ. ഇന്ത്യ മുഴുവൻ അദ്ദേഹം പഠനം നടത്തി. എന്നിട്ട് പറഞ്ഞു, RSS പറയുന്നത് പച്ചക്കള്ളാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആദിവാസികളോടൊപ്പമാണ്, അല്ലെങ്കിൽ ആദിവാസികളെക്കാൾ പിന്നിലാണ്. മൻമോഹൻ സിംഗ് പറഞ്ഞു, ശരിയാണോ? എങ്കിൽ അവരെ തിരികെ കൊണ്ടുവരണം, അവരെ കൈപിടിച്ചുയർത്തണം. 15 പദ്ധതി. എന്താ പദ്ധതി? മദ്രസയിൽ കണക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പൈസ. ഓർക്കുന്നുണ്ടോ? മതം നോക്കി പൗരത്വം നിർണ്ണയിക്കുന്ന ഈ രാജ്യത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയാണത്. പള്ളികളുടെ അടിയിൽ മാന്തിയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഹൈന്ദവ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലക്കുള്ള ഒരു കല്ല് കിട്ടിയാൽ ആ കല്ല് അങ്ങനെ മാറ്റിയിട്ട് ആ പള്ളി തകർക്കാനുള്ള കാരണത്തിന് വേണ്ടി കണ്ടെത്തുന്ന ഇന്നത്തെ ഇന്ത്യയുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മദ്രസയിൽ കണക്കും ഇംഗ്ലീഷും പഠിപ്പിക്കാൻ പൈസ കൊടുത്തു. +2 കഴിഞ്ഞാൽ, +2 പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ്, ഡിഗ്രി പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ്, പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക്. എന്തെല്ലാം പദ്ധതികളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്ത് നടപ്പിലാക്കി. മൻമോഹൻ സിംഗ് ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോഴാണ് മൻമോഹൻ സിംഗിനെ ഇതാണ് മനസ്സിലാക്കി. ആ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൂപ്പുകൈ സമർപ്പിക്കാതെ, ആദരാഞ്ജലികൾ അർപ്പിക്കാതെ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.
2024 നമ്മൾക്ക് പകർന്നു നൽകിയ പാഠമാണ്. 2024 പാലക്കാട് വേറെ ഒരു ഇലക്ഷൻ നടന്നത്. പാലക്കാട്ടെ ബൈ ഇലക്ഷൻ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJP തമ്മിൽ ചില ധാരണകളൊക്കെ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന പരസ്യമായ ധാരണ നമ്മൾ കണ്ടത് പാലക്കാടാണ്. BJPയും CPM-ഉം മാറി CJP എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയായത് പാലക്കാട്ടെ ഇലക്ഷനിലാണ്. ഞാൻ ഒരു മാസം പാലക്കാട് ഉണ്ടായിരുന്നു. എന്തെല്ലാം കോപ്രായങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. BJPയുടെ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരും ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ അവിടെ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് ഉന്നയിച്ചത്. അവസാനം BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോ മാരാർജി ഭവനിൽ കേൾക്കാത്ത കരച്ചിലാണ് AKG സെന്റർ എന്ന് നമ്മൾ കേട്ടത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം 2 പത്രങ്ങളിൽ മതം നോക്കി പരസ്യം കൊടുത്തു. സന്ദീപ് വാര്യർ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും അവതരിപ്പിച്ചു. സന്ദീപ് വാര്യർ ഗംഭീരമായ ഒരു മറുപടി കൊടുത്തു. സന്ദീപ് വാര്യർ പറഞ്ഞു, എൻ്റെ പഴയകാലം ചെയ്യുന്നവർ ഖലീഫ ഉമറിന്റെ ചരിത്രം മറക്കരുത് എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ സന്ദീപ് വാര്യർ, ഖലീഫ ഉമറിന്റെ ചരിത്രമൊക്കെ റളിയല്ലാഹു പഠിപ്പിക്കുന്നത് സന്ദീപ് വാര്യർ. 2024 നമുക്ക് പകർന്നു നൽകിയ പ്രതീക്ഷകളാണ്. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചപ്പോ, BJPയും CPM-ഉം ഒരുമിച്ചപ്പോ, ആ BJPക്കും CPM-നെതിരായി മറുപടി പറയാൻ ഒരു സന്ദീപ് വാര്യർ കടന്നു വരേണ്ടി വന്നു. നമ്മൾ കണ്ടില്ലേ എന്തെല്ലാം കോപ്രായങ്ങൾ. അതിനുശേഷം നിരന്തരമായി എത്ര തവണയാണ് പരസ്യമായി ആ കൂട്ടുകെട്ടിന്റെ നിലപാടുകൾ നമ്മൾ പുറത്തു കണ്ടത്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞില്ലേ. ന്യൂനപക്ഷ വർഗീയവാദികൾ എന്ന് പറയുന്നത് ആരാ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ. ഏതെങ്കിലും CPM നേതാക്കന്മാർ പറഞ്ഞോ വിജയരാഘവൻ പറഞ്ഞത് ശരിയല്ല എന്ന്? ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എത്ര ലക്ഷം വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്? 4 ലക്ഷം വോട്ടിനാണ്. വിവാദമായപ്പോൾ CPM നേതാക്കന്മാർ പറഞ്ഞു വിജയരാഘവൻ ഉദ്ദേശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ അവർ സ്വന്തം പറയുന്നത് അവർക്ക് സ്വന്തമായി 3000 വോട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ 3000 മെമ്പർമാരുണ്ടെന്നാണ്. ഇനി അനുഭാവികളൊക്കെ ചേർന്നിട്ട് അതിലും കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എത്ര വോട്ടിനാണ് അവർ ജയിച്ചത്? പ്രിയങ്ക ഗാന്ധി ജയിച്ചത് 4 ലക്ഷം വോട്ട്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ല എന്ന് വ്യക്തമല്ലേ? പിന്നെ SDPയെ കുറിച്ച് അവരെന്തായാലും ഉദ്ദേശിക്കില്ല. എന്താ കാര്യം? SDPയുമായി ഇപ്പോഴും ചങ്ങാത്തുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഞാൻ താനൂർ മത്സരിച്ച ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ 900 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഈ അബ്ദുറഹ്മാൻ, താനൂരിൽ ജയിച്ച് മന്ത്രിയായ അബ്ദുറഹ്മാൻ, വിജയരാഘവൻ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആ പ്രസ്താവനക്ക് അനുകൂലമായി രംഗത്ത് വന്നു. അപ്പൊ SDP എന്താ പറഞ്ഞത്? SDP പറഞ്ഞത് അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത്, ഞങ്ങളുടെയൊക്കെ പിന്തുണയിലാണ് അബ്ദുറഹ്മാൻ അവിടെ ജയിച്ചത് എന്ന് അബ്ദുറഹ്മാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം മലപ്പുറം CPM-ന്റെ സമ്മേളനം നടക്കുന്നത് താനൂരിലാണ്. പത്രക്കാർ ഉടനെ ഓടിയെത്തി അബ്ദുറഹ്മാനോട് ചോദിച്ചു, എന്താണ് SDPയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഉടനെ അബ്ദുറഹ്മാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ SDPയെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, നിങ്ങൾ പണങ്ങിപ്പോകരുത്. അബ്ദുറഹ്മാനും സമ്മതിച്ചു. ഞങ്ങളവിടെ 900 വോട്ടിന് പരാജയപ്പെടുമ്പോൾ ഒരു ലീഗുകാരന് പറയാൻ സാധിക്കും, ഒരൊറ്റ വർഗീയവാദിയുടെയും വോട്ട് വാങ്ങിയിട്ടല്ല ആ 900 വോട്ടിന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടത്. അബ്ദുറഹ്മാൻ പറഞ്ഞു, ലീഗിനെതിരെ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ആരാ എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു വോട്ട് ബാങ്ക് അവിടെ വോട്ട് ചെയ്തു. 900 SDP ഒറ്റക്ക് അവിടെ മത്സരിച്ചപ്പോ 2000 വോട്ട്, 2200 വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ട് ജയിച്ചതുപോലെ അല്ലല്ലോ. SDP-യുടെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ടാണ് ഈ വർഗീയവാദികൾക്കെതിരെ എന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനയുമായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ രംഗത്ത് വരുന്നത്. അതേറ്റുപിടിക്കുന്ന ആരാണ്? മഹാരാഷ്ട്രയിലെ BJP-യുടെ മന്ത്രി റാണ. അദ്ദേഹം പറഞ്ഞു, കേരളം മിനി പാകിസ്ഥാനാണ്, പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവരൊക്കെ വർഗീയവാദികളാണ്. വിജയരാഘവന്റെ പ്രസ്താവന ഏറ്റെടുക്കുന്ന ആരാണ്? വടക്കേ ഇന്ത്യയിലെ BJP-കാരൻ മോഹനൻ മാഷ് വന്നിട്ട് പറഞ്ഞു, രാവിലെ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്തൊക്കെ കസർത്തുകൾ കാണിക്കുന്നുണ്ട്, ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പോവാണ്. ഓ ഭയങ്കര
അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ് MEC-7 കൊണ്ടോട്ടിയിൽ തുടങ്ങിയ ഒരു എക്സൈസ് സംവിധാനം. അതെല്ലായിടത്തും ഇവിടെയൊക്കെ ഉണ്ടാവും. അതിനകത്ത് എല്ലാ ജാതിയുണ്ട്, മതമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. അതിൻ്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. എല്ലാം കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിൽ കെട്ടിവെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഇവർ അവകാശപ്പെടുന്ന 3000 ആൾക്കാർ എല്ലാവരും കൂടി വിചാരിച്ചാൽ ഇന്ത്യ ഇസ്ലാമികരെ അട്ടാക്കാൻ കഴിയുമോ? ഇത് ആർക്കാണ് പ്രോത്സാഹനം കൊടുക്കുന്നത്? ഈ വാക്കുകൾ ആരെയാണ് ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഇനി ഈ MEC-7 പങ്കെടുക്കുന്നവർ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നതൊക്കെ വർഗീയവാദമാണോ? നമ്മൾ ജനാധിപത്യപരമായി വോട്ട് ചെയ്താൽ അത് വർഗീയവാദം. നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ അത് വർഗീയവാദം. ഏതാനും വർഷങ്ങൾക്ക് വെള്ളമരം കരീം പറഞ്ഞു, കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് കുറെ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്, അത് തീവ്രവാദമാണ്. അപ്പോൾ നമ്മൾ JNUവിൽ പോയാൽ, ജാമ്യയിൽ പോയാൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, ഹംദർദിൽ പോയാൽ, അലിഗഡിൽ പോയാൽ, കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ പോയാൽ അത് തീവ്രവാദം. വോട്ട് ചെയ്താൽ അത് വർഗീയവാദം. ഇതാരുടെ സംസാരമാണ്? ഇത് RSSന്റെ സംസാരമാണ്. ഇത് BJPയുടെ സംസാരമാണ്. ഈ സംസാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്. രാഷ്ട്രീയമായി ജാഗ്രത പാലിക്കണം. BJPയുടെ വാദങ്ങൾ ഏറ്റെടുത്ത് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി BJP ശക്തമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. നമ്മളിവിടെ നിൽക്കുന്നത് ഈ വയനാട്ടിന്റെ താഴ്വരയിലാണ്. ഈ കഴിഞ്ഞ വർഷമാണ് വയനാട്ടിൽ ദുരന്തം ഉണ്ടായത്. ഇവിടെ പറഞ്ഞു, കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമുണ്ടായി. 100 ആളുകൾ മരിച്ചു. എത്ര ആളുകളാണ് വീട് തകർന്നു പോയത്? 1000-ഓളം ആളുകളുടെ വീട് തകർന്നു പോയി. ഒരു കുടുംബത്തിൽ നിന്ന് 12 പേർ മരിച്ചുപോയ സംഭവം നമുക്ക് ഓർമ്മയില്ലേ? ഒരു കുടുംബത്തിൽ നിന്ന് 9 പേർ മരിച്ചുപോയ സംഭവങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? നമ്മളെല്ലാം പണം കൊടുത്തു സർക്കാർ ഖജനാവിലേക്ക്. ലീഗ് അതിന്റെ പുറമെ ഒരു ഫണ്ട് കളക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു. അതിന്റെ പുറമെ സർക്കാർ ഖജനാവിലേക്ക് എല്ലാവരും കൊടുത്തു. UDFന്റെ MLA-മാരൊക്കെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തു. നമുക്കറിയാം, 648 കോടി രൂപയാണ് ഈ കാലയളവിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നത്. എത്രയാ ചെലവഴിച്ചത്? 7 കോടി രൂപ. നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ട് 5 മാസം കഴിഞ്ഞിട്ടാണ് വീട് പ്രഖ്യാപിച്ച സ്പോൺസർമാരുടെ ഒരു യോഗം വിളിക്കാൻ ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വീടുണ്ടാക്കാൻ പോവാണ്, ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കാൻ പോവാണ്, ഞങ്ങൾ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ വീടുണ്ടാക്കും. ഏതാ ടീം? ഊരാളുങ്കൽ. ആരാ ഊരാളുങ്കൽ? സഖാവ് പിണറായി വിജയന്റെ ബിനാമി. എല്ലാം ഊരാളുങ്കൽ. ഊരാളുങ്കൽ എത്രയാ ഒരു വീടുണ്ടാക്കാനുള്ള സംഖ്യ? 30 ലക്ഷം റുപ്യ. 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് 3000 റുപ്യ. ഖാദർ ഇപ്പം തന്നെ 2000 ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതിലും കുറച്ചുണ്ടാക്കാന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളുടെ അടുത്തുണ്ട്. ഖാദറിന്റെ ലെവലാണ് 2000. എന്നാലും 1000 അപ്പം തന്നെ വ്യത്യാസം വന്നു. 2000 ലക്ഷം പ്രീമിയമാണ്. പ്രീമിയം ക്വാളിറ്റിയാണ് 2000. അല്ല, കറക്റ്റാണ്. ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണെങ്കിൽ ഒരു 2000 റുപ്യ മാക്സിമം. അപ്പോഴാണ് 3000. അതിന്റെ മുകളിൽ 1000 റുപ്യ അടിച്ചു മാറ്റുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സാധുക്കളുടെ പേരിൽ ഇത്ര വലിയ ദുരന്തം നടന്നപ്പോൾ രാഷ്ട്രീയം നോക്കാതെ ഈ സർക്കാർ ഖജനാവിലേക്ക് കോടികൾ കൊടുത്തിട്ട്, 648 കോടി രൂപ കൊടുത്തിട്ട്, എന്നിട്ട് അതിന്റെ പുറമെ ലീഗ് പറഞ്ഞു ഞങ്ങൾ 100 വീടുണ്ടാക്കാം, രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ 100 വീടുണ്ടാക്കാം, കർണാടക ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ 100 വീടുണ്ടാക്കാം. അവരോടൊക്കെ മുഖ്യമന്ത്രി പറയാണ്, നിങ്ങളൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടാക്കണ്ട, നിങ്ങളൊക്കെ പൈസ അങ്ങോട്ട് തന്നാൽ മതി, ഒരു വീടിന് 30 ലക്ഷം റുപ്യ. അപ്പൊ എത്ര അടിച്ചു മാറ്റാം? ഈ കോൺട്രാക്ടർമാർ 2000 പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും ചില്ലറ ലാഭം അവർക്ക് ഉണ്ടാവില്ലേ? ഈ ദുരന്തം വിൽക്കുന്ന ഒരു കൂട്ടരല്ലേ ഈ നാട് ഭരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ? എന്നിട്ട് പാണക്കാട് തങ്ങളെ കുറ്റം പറയാം. നിങ്ങൾ ഓർക്കണം, 2024 നിങ്ങൾ വേറൊരു കാര്യം മറന്നു പോരുത്. ഒരു നവകേരള സദസ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് അവസാനിച്ചില്ലേ? ഈ താമരശ്ശേരിയിൽ വന്നില്ലേ? കൊടുവള്ളി മണ്ഡലത്തിൽ വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുവള്ളി മണ്ഡലത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടിയോ? മൈക്കിൾ ജാക്സൺ വരുന്ന മാതിരിയല്ലേ മൂപ്പര് വന്നത്? ബസ്സിൽ ഇങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനെ വന്നിറങ്ങിയിട്ട്
AK ബാലൻ പറഞ്ഞ എന്താണ്? ആ ബസ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വിദേശത്ത് നിന്ന് ആൾക്കാർ വരുന്നു കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ. നിങ്ങൾ ആലോചിക്കണം, ഇമാതിരി വർത്താനൊക്കെ പറയാനുള്ള ഒരു ധൈര്യം, ഭയങ്കര ധൈര്യമല്ലേ സിദ്ദീഖ് അലി സാഹിബ്? കോടിക്കണക്കിന് രൂപ ബസ്സിന് മാത്രം. എന്നിട്ട് കാസർഗോഡ് തിരുവനന്തപുരം വരെ പോയി. നിങ്ങൾ ആലോചിക്കണം, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ ഉമ്മൻചാണ്ടി ഈ ജനസമ്പർക്ക പരിപാടിയുമായി ഈ നാട് നീളെ വന്ന സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ ഒറ്റ നിപ്പ്. ഇടയ്ക്കൊരു വെള്ളം കുടിക്കും, കരിക്ക് വെള്ളം, അപേക്ഷ വാങ്ങും, അപ്പ തീർപ്പാക്കൂ, അപ്പ ഉത്തരവ്. ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, പിടിച്ചു വലിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഒരു പരാതിയില്ല. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഈ മുഖ്യമന്ത്രി പോയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് പിണറായി വിജയൻ ഒന്ന് തൊടാൻ പറ്റുമോ? ആർക്കും തൊടാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുട്ടി മാത്രമാണ് തൊട്ടത്. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ സല്യൂട്ട് അടിച്ചപ്പോൾ കാരണക്കുട്ടിക്ക് നോക്കി ഒന്ന് തൊട്ടു. ആ തൊട്ടത് ആ പാവം കുട്ടിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു നോട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ. ആർക്കെങ്കിലും ഉപകാരം കിട്ടിയോ? ആകെ കിട്ടിയത് കണ്ണൂർ ജില്ലയിലെ ഒരാൾക്കാണ്. ആ സാധുവിന് വീട് ജപ്തി ചെയ്തു. 3,97,837 രൂപ മൂപ്പർക്ക് ബാധ്യത വന്നു. ആ ബാധ്യത വന്നപ്പോൾ മൂപ്പര് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. വീട് ജപ്തിയാണ്, ഇതിലിടപെട്ട് ജപ്തി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണം, ഈ പണം എഴുതി തള്ളണം, ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഉള്ളത് പറയണല്ലോ, 20ാമത്തെ ദിവസം അയാൾക്ക് മറുപടി കിട്ടി. മറുപടി വായിച്ചു നോക്കിയപ്പോൾ എന്താണ്? നിങ്ങൾക്ക് 3,97,817 രൂപ ജപ്തി വന്നു എന്നറിഞ്ഞു. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൽ സന്തോഷമുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ ദുഃഖമുണ്ട്. നിങ്ങളുടെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ആയതിനാൽ 3,97,817 രൂപയിൽ നിന്ന് 515 രൂപ കുറച്ച് ഉത്തരവായിരിക്കുന്നു. ഞാൻ വെറുതെ പറയല്ല, എൻ്റെ കയ്യിൽ ആ നോട്ടീസ് എപ്പോഴുണ്ട്. ഈ സാധു ഈ നോട്ടീസും കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. മൂപ്പര് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കുറിപ്പും വെച്ചു. ഞാനൊരു സാധനം പൊതിഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്, അത് പുഴുങ്ങി തിന്നിട്ട് അതിന് നല്ല രുചിയുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പാണക്കാടത്തങ്ങൾ ആ മുഖ്യമന്ത്രിയാണ് തെറി പറയണത്. എന്നാ കേരളത്തിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കിക്കോ, സർക്കാർ ഖജനാവിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ചെലവഴിക്കാതെ ഞങ്ങളുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു നവകേരള സദസ്സ് നടത്തുന്നുണ്ട്. അത് 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പല്ല, അത് ആണ്ടിലൊരിക്കലല്ല, അതെല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട്ടെ കോലായിലാണ്. പാണക്കാട്ടെ കോലായിലേക്ക് 100 കണക്കിന് ആളുകൾ ഒന്ന് കടന്നു വരും. അവരുടെ സങ്കടം പറയും, അവരുടെ പരാതികൾ പറയും, അവരുടെ പരിഭവങ്ങൾ പറയും. മലയാളി മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് മാര്യമുത്തു വന്നു. മാര്യമുത്തുവിന്റെ ഭാര്യ വന്നു. കുവൈത്തിൽ വധശിക്ഷക്ക് വിധിച്ചിരിക്കുന്നു ഭർത്താവിനെ. 30 ലക്ഷം രൂപ വേണം. പാണക്കാട് തങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ആ മനുഷ്യൻ ജയിൽ മോചിതനായിട്ട് കുടുംബസമേതം കടന്നു വന്നു പാണക്കാട്ടേക്ക്. തമിഴ്നാട്ടിൽ സിനിമ ഇറങ്ങി പാണക്കാട് തങ്ങന്മാരെ കുറിച്ച്. അത് ജുനൈദിന്റെ കുടുംബം വരും, കത്തബയിലെ ആസിഫയുടെ കുടുംബം വരും. കേരളത്തിന് പുറത്തുനിന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പീഡിതർ, പിന്നോക്കക്കാര്, രോഹിത് വെമുലയുടെ അമ്മ വന്നു, രാധിക വെമുല. അവരെ സങ്കടം പറഞ്ഞാൽ സർക്കാർ ഖജനാവിൽ നിന്ന് ചില്ലിക്കാശ് ചെലവഴിക്കാതെ പാണക്കാട് തങ്ങൾ പരിഹാരമുണ്ടാക്കും. അത് സാദിഖ് അലി തങ്ങൾ മാത്രമല്ല, പാണക്കാട് തങ്ങന്മാരുടെ പ്രത്യേകതയാണ്. പാണക്കാട് തങ്ങളെ വിമർശിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വളരെ വിനയത്തോടെ പറയട്ടെ, പാണക്കാട് തങ്ങളെ പോയിട്ട് ആ കോലായിലെ കസേരയെ വിമർശിക്കാനുള്ള അർഹത പോലും നിങ്ങൾക്കില്ല എന്ന് ഈ നാട് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെയാണ്. നിങ്ങൾ ഈ ഊരാളുകളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഈ വയനാട്ടുകാർക്ക് ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ പിന്നാലെ നടക്കും എന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ ഊരാളുകളുമായി വന്നാൽ അതിൻ്റെ കൂടെ കൂടാൻ മുസ്ലിം ലീഗ് ഉണ്ടാവില്ല. അവിടെ വീട് വെച്ച് കൊടുക്കാൻ, പണം പിരിക്കാൻ ലീഗിന് അറിയാമെങ്കിൽ അവിടെ സ്ഥലമേറ്റെടുത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പ്രാപ്തിയുണ്ട്. അത് ഈ നാട് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ ഉണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഈ 2 വർഷവും ജാഗ്രതയോടെ രാഷ്ട്രീയം പറയണം. നമ്മൾ തമ്മിൽ മാത്രമല്ല, വീടുകളിൽ രാഷ്ട്രീയം പറയണം, ബസ്സുകളിൽ കയറി രാഷ്ട്രീയം പറയണം.
അങ്ങാടികളിലെ കടകളിലിരുന്ന് രാഷ്ട്രീയം പറയണം. അങ്ങനെ രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയം തിരിച്ചറിയാനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഓഫീസിന് ആശംസകൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.